മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആരാണ് മോഹൻലാലിനെതിരെ ഈ കേസ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തനംതിട്ടക്കാരൻ ജെയിംസ് മാത്യു, പിന്നെ ഒരു കൊച്ചിക്കാരൻ എ പൗലോസ് എന്നിവരാണ് മോഹൻലാലിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാനറിയാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. സംഭവത്തിലുള്ളൂ 2011 മോഹൻലാലിനെതിരെ ഒരു കേസ് വരുന്നു. എന്താണ്? മോഹൻലാലിൻ്റെ കയ്യിൽ 2 ആനക്കൊമ്പുകളിരിക്കുന്നു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, അയ്യോ ചേട്ടാ, ഇത് ഇന്ന പോലെ എനിക്ക് ഇന്നയാൾ പ്രസൻറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. എന്നാൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അതില്ല. പിന്നെ ഇത് 2012 വരെ ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നീണ്ടു. പിന്നെ തുടർ നടപടിയൊക്കെ കഴിഞ്ഞ് 2015, 2016 കൂടിയിട്ട് ഈ ആനക്കൊമ്പ് മോഹൻലാലിന് തിരിച്ചു കിട്ടി. ഇപ്പോൾ നിലവിൽ 2025 ആയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും ചൊറിഞ്ഞു. ഇവർ ചൊറിഞ്ഞ് കോടതി പോയി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമസ്ഥാവകാശം മോഹൻലാലിന് കൊടുത്തു, അല്ല കേസെല്ലാം പിൻവലിച്ചെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആ സമയത്ത് ഇവർ ഗസറ്റിൽ പരസ്യം ചെയ്തില്ല അത്രേ. സംഭവം നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ വക്കീൽ പറഞ്ഞു, ഇന്നപോലെ ഇപ്പോൾ ഈ പ്രിൻ്റഡ് മാധ്യമങ്ങളും മറ്റുമൊക്കെ ആരാണ് ഇപ്പോൾ വായിക്കുന്നത്? അത് അന്ന് കേസ് ഇന്നപോലെ വിധിയായതും മോഹൻലാലിന് ആനക്കൊമ്പ് തിരിച്ച് കിട്ടിയതും എല്ലാം നാട്ടുകാർ മൊത്തം അറിഞ്ഞാണല്ലോ. ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഗസറ്റിൽ പരസ്യം ചെയ്യുന്നത്, എല്ലാം കണ്ടതുമാണ്. പിന്നെ ഇപ്പോൾ ഓൺലൈനിലാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്, അതായതാന്നൊക്കെ പറഞ്ഞ് വാദിച്ചു. പക്ഷേ അതങ്ങോട്ട് ഏറ്റില്ല. സത്യത്തിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അത് വായിച്ചു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങളൊക്കെ തള്ളിയത് എന്തോന്നടയും നമ്മൾ ആലോചിച്ച് പോകും. കാരണം ഇത് മോഹൻലാലിന് സത്യം പറഞ്ഞാൽ അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്, മോഹൻലാലിനും സർക്കാരിനും. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞ ഇതാണ്, ഈ ഗസറ്റിൽ പരസ്യം കൊടുത്തില്ല എന്നുള്ളതാണല്ലോ ഈ ജെയിംസ് മാത്യുവും പൗലോസും ഒക്കെ കോടതി പോയി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ എത്രേ ഉള്ളൂ, ഇനി സർക്കാർ വേണമെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ ഈ ഉത്തരവൊക്കെ ഒന്നുകൂടെ പുറപ്പെടുവിക്കാം, ഗസറ്റിൽ ഒന്നുകൂടെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ മോഹൻലാലിനെ തിരിച്ച് കിട്ടും. സിമ്പിൾ. അന്ന് ചെയ്യാത്ത കാര്യം ഇപ്പോൾ ഒന്നുകൂടെ ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അതാണ് ഇവർ ഈ കിടന്നിട്ട് തള്ളി മോഹൻലാൽ ഇപ്പം ജയിലിലാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ കിടന്ന് തള്ളിയത്. ഇത്രേ ഉള്ളൂ കാര്യമുള്ളൂ. ജെയിംസ് മാത്യുവും പൗലോസും എന്തിനാണ് ഈ ചൊറിഞ്ഞു പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല.